ഹലോ, ബേസിക് മാത്സിന്റെ അടുത്ത പാർട്ട് നോക്കാം. അഡീഷൻ ആൻഡ് സബ്ട്രാക്ഷൻ ഓഫ് ഡെസിമൽസ്. ഡെസിമൽസിന്റെ അഡീഷനും സബ്ട്രാക്ഷനും. നമ്മളെ നെഗറ്റീവ് നമ്പേഴ്സ്, ഫ്രാക്ഷൻ, ഇതിന്റെ അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഫ്രാക്ഷന്റെ സിംപ്ലിഫിക്കേഷനും കൂടി നമ്മൾ ഇതിനു മുമ്പ് ചെയ്തതാണ്. അപ്പൊ നിങ്ങൾ അതൊക്കെ ഒന്ന് കണ്ട് പഠിക്കുക. ബേസിക് മാത്സ് ഓക്കെ, എല്ലാം സെറ്റ് ആക്കി വെക്കുക. ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ ആദ്യം നല്ല രീതിയിൽ പഠിച്ചിട്ട് ചാപ്റ്റേഴ്സ് പഠിക്കുക. അല്ലെങ്കിൽ ബേസിക് മാത്സും ചാപ്റ്റേഴ്സും ഒരുമിച്ചങ്ങ് പഠിച്ചുകൊണ്ട് പോവുക. ബേസിക് മാത്സ് അറിയാതെ നമ്മൾ ചാപ്റ്റേഴ്സ് പഠിച്ചിട്ട് കാര്യമില്ല. ഇത് രണ്ടും നമുക്ക് അറിയണം. ഇവിടെ നോക്കിയടാ, 6.5 പ്ലസ് 1.2 കണ്ട, ഈ പോയിന്റ് വന്നിരിക്കുന്നല്ലേ, ഈ പോയിന്റ് വരുന്ന നമ്പറുകളാണ് നമ്മൾ ഡെസിമൽസ് എന്ന് പറയുന്നത്. ഇവന്മാരെ എങ്ങനെ ആഡ് ചെയ്യാം? സിമ്പിൾ ആടാ, സാധാ അഡീഷൻ പോലെ തന്നെയാണ്. എങ്ങനെ ചെയ്യണമെന്ന് ഞാൻ ഒന്ന് പറഞ്ഞുതരാം. ഓക്കെ, 6.5 പ്ലസ് നമ്മളെ ഈ പോയിന്റും കറക്റ്റ് ഇവിടെ വരണത്. പോയിന്റിന് റൈറ്റിൽ ഇവിടെ 2 ഉണ്ട്, ലെഫ്റ്റിൽ ഇവിടെ 1 ഉണ്ട്. ഈ പോയിന്റും നമ്മൾ കറക്റ്റ് ചെയ്ത് എഴുതിയിട്ട് ബാക്കി അപ്പുറത്തും ഇപ്പുറത്തുള്ള നമ്പറുകൾ നമ്മൾ കറക്റ്റ് ചെയ്ത് എഴുതി ആഡ് ചെയ്താൽ മതി. സിമ്പിൾ ആണ്. ഇവിടെ നോക്കിയേ, 5 പ്ലസ് 2 7. ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്, അപ്പം നമ്മൾ ഇവിടെയും പോയിന്റ് ഇട്ട് കൊടുക്കുക. 6 പ്ലസ് 1 7. ആൻസർ എന്ത് കിട്ടി? 7.7. ഓക്കെ, 7.7. അടുത്ത നോക്കിയേ, 0.35 പ്ലസ് നോക്കിയടാ, പോയിന്റിന് ഇവിടെ കറക്റ്റ് പോയിന്റ് ഇവിടെ വരിക. ഇവിടെ 7 2 ലെഫ്റ്റിൽ 1 ഉണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യുക? ആഡ് ചെയ്യുക. അപ്പൊ ഈ പോയിന്റ് കറക്റ്റ് ചെയ്ത് നമ്മൾ ഡിജിറ്റുകളെ കറക്റ്റ് ആക്കി എഴുതുക എന്നുള്ളൊരു പരിപാടി മാത്രം കറക്റ്റ് ചെയ്താൽ മതി. ബാക്കി നമുക്ക് സാധാ അഡീഷൻ തന്നെയാണ്. 5 പ്ലസ് 2 7. 7 പ്ലസ് 3 10. അപ്പൊ നമ്മൾ 0 ഇവിടെ എഴുതുക. ബാക്കി ബാലൻസ് വേണ്ടത് ഇവിടെ കൊടുക്കുക. കണ്ട, ഈ 2 ഡിജിറ്റ് കഴിയുമ്പോൾ ഇവിടെ പോയിന്റ് വരുന്നുണ്ട്, അതുപോലെ പോയിന്റ് ഇടുക. 1 പ്ലസ് 1 2. അപ്പൊ നമ്മുടെ ആൻസർ എന്ത് കിട്ടി? 2.07. ഓക്കെ, അടുത്ത നോക്കിയേ, 1.25 പ്ലസ് ഇത് ഞാൻ എഴുതാൻ പോവാണ് 2.16. കണ്ട, ആഡ് ചെയ്യാം. 6 പ്ലസ് 5 11. 2 പ്ലസ് 2 4. ഇവിടെ പോയിന്റ് ഉണ്ട്. 1 പ്ലസ് 2 3. ആൻസർ എന്ത് കിട്ടിയടാ? ആൻസർ എന്ത് കിട്ടി? 3.41. ഓക്കെ, അടുത്ത നോക്കിയേ, 1.02 പ്ലസ് ഇവിടെ നോക്കിയേ, പോയിന്റ് ഇവിടെയാണ്. ഇവിടെ ഒരു 0 ഉണ്ട്, ഇവിടെ ഒരു 0 ഉണ്ട്, ഇവിടെ 1, ഇവിടെ ഒരു 0. ഇതെങ്ങനെ ആഡ് ചെയ്യൂടാ? ഇവിടെ 1 മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മൾ 1 എന്നങ്ങ് എഴുതിയാൽ മതി. 2 പ്ലസ് 0 2 ആണ്. 0 പ്ലസ് 0 0. ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്. 1 പ്ലസ് 0 1. ആൻസർ എന്ത് കിട്ടിയടാ? ആൻസർ എന്ത് കിട്ടി? 1.021. ഓക്കെ, അടുത്ത നോക്കിയേ, 1.2 പ്ലസ് ഇവിടെ നമ്മൾ ഡിജിറ്റ് കറക്റ്റ് ആക്കി എഴുതണേ. പോയിന്റിന് നേരെ താഴെ പോയിന്റ് വരണം. ഓക്കെ, അപ്പൊ നമുക്ക് എഴുതാൻ ഇവിടെ പോയിന്റ് വരും. ഇവിടെ 6 2. ലെഫ്റ്റിൽ എന്തുണ്ട്? 5 ഉണ്ട്. ഇവിടെയാണ് 8 വരുന്നത്. കറക്റ്റ് ഡിജിറ്റ് ചെയ്ത് എഴുതണം കേട്ടോ. ഡിജിറ്റ് കറക്റ്റ് ആക്കി എഴുതണം. ഇവിടെ 2 പ്ലസ് ഇവിടെ ഒന്നുമില്ല, നമുക്ക് 0 എന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. പ്രശ്നമൊന്നുമില്ല. ഒരു നമ്പർ അവിടെ ഇല്ലെങ്കിൽ നമുക്ക് 0 എന്ന് ഇട്ട് കൊടുക്കാം. അവിടെ വാല്യൂ ഒന്നും വ്യത്യാസം വരത്തില്ല. അപ്പൊ 2 പ്ലസ് 0 2. 6 പ്ലസ് 2 8. ഇവിടെ ഒരു പോയിന്റ് വരുന്നുണ്ട്. 5 പ്ലസ് 1 6. ഇവിടെ 8. ഓക്കെ, ഇവിടെ ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് 0 എന്ന് ഇട്ട് കൊടുക്കാം. അപ്പൊ ആൻസർ എന്ത് കിട്ടിയടാ? ആൻസർ എന്ത് കിട്ടി? 86.82. ഓക്കെ, അടുത്ത നോക്കിയേ, 0.0007. പിന്നെന്താ? 65 ഉണ്ട്. 65 എവിടെ എഴുതണോടാ? 65 എവിടെ എഴുതണം? 65 എന്ന് പറഞ്ഞാൽ ഇവിടെ പോയിന്റ് ഒന്നും ഇല്ല. അപ്പൊ പോയിന്റിന് മുമ്പിൽ ഇത് ഇങ്ങനെ വരും. കണ്ട, അതിവിടെ 65 വരും.
അതിനുശേഷം നമുക്കൊരു പോയിന്റ് ഇട്ടിട്ട് എത്ര സീറോ വേണമെങ്കിലും ഇവിടെ ഇട്ട് കൊടുക്കാം കേട്ടോ, പ്രശ്നമില്ല. പോയിന്റിന് ശേഷം നമ്മൾ എത്ര സീറോ ഇട്ട് കൊടുത്താലും ഒരു പ്രശ്നമില്ല, വാല്യൂ ഒന്നും മാറുന്നില്ല. ഇവിടെ 65 തന്നെ ആയിരിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ ആഡ് ചെയ്യാം 7 + 0 7. ഇവിടെ 0, ഇവിടെ 0, ഇവിടെ 0. ഇവിടെ പോയിന്റ് ഉണ്ട്. 5 + 0 5. ഇവിടെ നമുക്കൊരു 0 ഇട്ട് കൊടുക്കാമല്ലോ. 6 + 0 6. നോക്കിയാൽ ആൻസർ എന്തുവന്ന്? 65.0007. പോയിന്റ് നമ്മൾ കറക്റ്റ് ചെയ്തിടണം കേട്ടോ. അടുത്തത് 1.7 പ്ലസ്, ഇവിടെ പോയിന്റ് എഴുതിയേ, ഈ പ്ലസ് ഞാൻ ഇവിടെ ഇടുന്നില്ല, ഒന്നുകൂടെ എഴുതാം. 1.7 ഇവിടെ പോയിന്റ് വരും 0 0 0 1. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? അത് ഇവിടെ 0 ഇട്ട് കൊടുക്കുക, ഇവിടെയും 0 ഇടുക, ഇവിടെയും 0 ഇടുക. ഇനി ഇവിടെ 2 ഉണ്ട്, ആഡ് ചെയ്യും. 1 + 0 1, ഇവിടെ 0 0 7 അല്ലേ, ഇവിടെ 2 + 1 3. ആൻസർ എന്ത് കിട്ടിയടാ? 3.7001. ഓക്കെ, അടുത്ത് നോക്കിയേ 10 അല്ലേ, 10. ഇവിടെ നോക്കിയേ 1.256. എടാ നമുക്ക് 10 കഴിഞ്ഞ് പോയിന്റ് ഇടാം, എന്നിട്ട് എന്താ ഒരു 3 0 ഇട്ട് കൊടുക്കാം, പ്രശ്നമില്ലല്ലോ. 10 കഴിഞ്ഞ് നമ്മളൊരു പോയിന്റ് ഇട്ട്, പോയിന്റ് ഇട്ട് കഴിഞ്ഞ് നമുക്ക് ഇഷ്ടം പോലെ 0 എഴുതാം, ഒരു പ്രശ്നമില്ല. ഇനി നമുക്ക് എന്താ ഇവിടെ പോയിന്റ് കറക്റ്റ് ചെയ്യാം. പോയിന്റ് ഇവിടെ വരും 256. ഇവിടെ നോക്കിയേ, ഇവിടെ 1 വരും. ഇവിടെ നമുക്കൊരു 0 ഇട്ട് കൊടുക്കുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ലല്ലോ, ഇല്ല. അപ്പൊ എന്ത് വരും? 6 5 2. ഓക്കെ, 1 ഇവിടെ 1. എന്ത് വരികടാ? 11.256. ഓക്കെ, അടുത്ത് നോക്കിയേ സബ്ട്രാക്ഷൻ എങ്ങനെയാന്ന് നോക്കാം. സിമ്പിൾ. 10.75. ഇവിടെ നോക്കിയേ, പോയിന്റിന് നേരെ താഴെ പോയിന്റ് എഴുതുക. ഇവിടെ 4, ഇവിടെ 2, ഇവിടെ 2 വരുന്നുണ്ട്. ഇവിടെ നമുക്ക് എന്താ ഒരു 0 ഇട്ട് കൊടുക്കാം, പ്രശ്നമില്ല. ഓക്കെ, ഇനി സബ്ട്രാക്ട് ചെയ്യാം. 5 - 2 3, 7 - 4 3 വരും. ഇവിടെ പോയിന്റ് ഉണ്ട്. 0 - 2 പറ്റത്തില്ല, 0യിൽ നിന്ന് 2 പോകത്തില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണോടാ? ഈ 1 ഇവിടെ കൊടുക്കുക. അപ്പൊ 10 - 2 8. ഇവിടെ എന്താ? ഈ 1 ഇങ്ങോട്ട് കൊടുത്തപ്പോൾ ഇവിടെ 0 ആണ്. 0 - 0 0 ആണ്, നമ്മൾ പ്രത്യേകിച്ച് എഴുതണ്ട. അപ്പൊ ആൻസർ എന്ത് കിട്ടി? 8.33. ഓക്കെ, അടുത്തത് 12. നമുക്കറിയാം 12 കഴിഞ്ഞ ഒരു പോയിന്റ് ഇടാം, എന്നിട്ട് ഒരു 0 ഇട്ട് കൊടുക്കാം, വാല്യൂ ഒന്നും മാറ്റില്ല. ഒരു നമ്പർ കഴിഞ്ഞ് നമ്മളൊരു പോയിന്റ് ഇട്ട് എത്ര 0 ഇട്ട് കൊടുത്താലും എന്താ ഒരു വ്യത്യാസവും വരുന്നില്ല. ഇവിടെ നമുക്ക് ഇവിടെ പോയിന്റ് വരും, ഇവിടെ 2 വരും, ഇവിടെ 1 വരും. ഇവിടെ ഒരു 0 ഇട്ട് കൊടുക്കാം. ഈ 1ന് മുമ്പ് ഒരു 0 ഇടാം, പ്രശ്നമില്ല. ഇനി സബ്ട്രാക്ട് ചെയ്തേ. 0 - 2, 0യിൽ നിന്ന് 2 പോകത്തില്ല. അപ്പൊ നമ്മള് ഈ 2ൽ നിന്ന് ഒരു 1 ഇങ്ങോട്ടേക്ക് കൊടുക്കുക. അപ്പൊ 10 ആയി, ഇവിടെ 10 ആയി. 10 - 2 8 എന്ന് വരും. ഇവിടെ പോയിന്റ് ഉണ്ട്. ഇവിടെ നമ്മൾ 2ൽ നിന്ന് ഒരു 1 ഇങ്ങോട്ട് കൊടുത്തില്ലേ, ബാക്കി ഇവിടെ ഒരു 1 ഉള്ളു. 1 - 1 0. ഇവിടെ 1 - 0 1. ആൻസർ എന്ത് കിട്ടിയടാ? ആൻസർ എന്ത് കിട്ടി? 10.8. ഓക്കെ, അടുത്ത നോക്കിയേ 100. ഇവിടെ 25.6 ആണ്. അപ്പൊ നമുക്ക് ഇവിടെ നോക്കിയേ, പോയിന്റ് കഴിഞ്ഞ് ഒരു നമ്പർ ഉണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ പോയിന്റ് കഴിഞ്ഞ് ഒരു 0 ഇട്ട് കൊടുക്കാം. ഇവിടെ 25.6. സബ്ട്രാക്ട് ചെയ്തേടാ. 0യിൽ നിന്ന് 6 പോകത്തില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണോടാ? ഇവിടെ നിന്നൊരു 1 ഇങ്ങോട്ടേക്ക് കൊടുക്കുക, ഇവിടെ നിന്നൊരു 1 ഇങ്ങോട്ടേക്ക് കൊടുക്കുക, ഇവിടെ നിന്നൊരു 1 ഇങ്ങോട്ടേക്ക് കൊടുക്കുക. അപ്പൊ ഇവിടെ 10 ആയി. 10ൽ നിന്ന് 6 പോയാൽ 5. ഇവിടെ 10 ആയിരുന്ന് 10 നമ്മൾ ഒരെണ്ണം ഇങ്ങോട്ട് കൊടുത്തപ്പോഴത്തേക്ക് ഇവിടെ 9 ആയി. 9ൽ നിന്ന് 5 പോയാൽ 4 വരും. ഓക്കെ, ഇവിടെ 10 ആയിരുന്ന് നമ്മളൊരു 1 കൊടുത്തപ്പോൾ ബാക്കി 9 ഉള്ളൂ. 9ൽ നിന്ന് 2 പോയാൽ 7. അടുത്ത് നോക്കി, ഇവിടെ 1 ഉണ്ടായിരുന്നു, 1 നമ്മൾ ഇങ്ങോട്ടേക്ക് കൊടുത്ത് പോയി. ബാക്കി എന്തുണ്ടടാ? 74.5. ഓക്കെ അല്ലേ? അടുത്ത് നോക്കിയേ 62. ഇവിടെ നോക്കിയേ, പോയിന്റ് കഴിഞ്ഞ് ഒരു നമ്പർ ഉണ്ട്. അപ്പൊ നമുക്ക് ഈ 62 കഴിഞ്ഞ് ഒരു പോയിന്റ് ഇടാം, എന്നിട്ട് ഒരു 0 ഇട്ട് കൊടുക്കുക. ഇവിടെ നോക്കി, ഇവിടെ 6.2.
ഇവിടെ 0-ൽ നിന്ന് 2 പോകത്തില്ല. അപ്പം നമുക്ക് അത് ഈ 2-ൽ നിന്ന് ഒരു 1 ഇങ്ങോട്ടേക്ക് കൊടുക്കാം. അപ്പോൾ ഇവിടെ 10 വരും. 10 - 2 4 സോറി 10 - 2 8. ഇവിടെ 8 ആണ്. ഇവിടെ 2 ഉണ്ടായിരുന്നു, നമ്മളൊരു 1 ഇങ്ങോട്ടേക്ക് കൊടുത്തില്ലേ, ബാക്കി ഇവിടെ ഒരു 1 മാത്രമേ ഉള്ളൂ. 1 - 6 നമുക്ക് പറ്റത്തില്ല. അപ്പോൾ ഈ 6-ൽ നിന്നൊരു 1 ഇങ്ങോട്ടേക്ക് കൊടുക്കാം. അപ്പോൾ ഇവിടെ 11 ആയി. 11 - 6 5 എന്ന് വരത്തില്ല. അത് ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്, ബാക്കി ഇവിടെ 5 ഉണ്ട്. അപ്പോൾ ഇവിടെ ഒരു 0 ഇട്ടാൽ നമുക്ക് 5 - 0 എന്താടാ 5 ആണ്. അപ്പോൾ ആൻസർ എന്ത് കിട്ടി? 55.8. ഓക്കെ.